ആ എടാ മനു എവിടെ പോയതാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്റെ മാമന്റെ മോനെ അവന്റെ കാമുകിന്റെ വീട്ടിൽ നോക്കിടി. ആണോ? എന്താ അവസ്ഥ? ഒന്നും പറയണ്ട, അവനെ പ്ലാവിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും നീ ഒന്നും ചെയ്തില്ലേ? പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്മെ കൊണ്ടാക്കിയാലേ ചെയ്യാൻ പറ്റൂ. അതും ശരിയാ. നീ അവിടെ പോയടി? ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ നൂലേട്ടിന്. ഓ, അടിപൊളി ഫുഡായിരുന്നാ? പിന്നെ ഭാനുച്ചേട്ടൻ്റെ ഫുഡ്. ഏത്? ആ മറ്റേ കണ്ണിന്റെ സൈഡിൽ അരിമ്പാറിൽ ഭാനുച്ചേട്ടനാ? ആ അതന്നെ, ഭാനുച്ചേട്ടൻ അവരുടെ ഫാമിലി ഫ്രണ്ട് ആണല്ലോ. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, കൊച്ചിനും സെയിം സ്ഥലത്ത് അരിമാറുണ്ടാ. ഓ സില്ലി കോയിൻസിഡൻസ്. അല്ല കൊച്ചിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? ഭാനു തന്നെ. അടിപൊളി. അല്ലടാ, നിന്റെ കല്യാണമൊന്നും ആയില്ലേ? അല്ല നോക്കുന്നുണ്ട്. എൻ്റെ അതെ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ആരൊക്കെയോ ചേർന്ന് മുടക്കുന്നുണ്ട്. അവരെല്ലാം പുഴുത്ത് ചാവും. ആണോ? എല്ലാം ശരിയാവുന്നേ. ആ പിന്നെ നിന്റെ പഴയ കാമുകിയില്ലേ, അവളെൻ്റെ കൂടെ PSC കോച്ചിങ്ങിന് വരുന്നുണ്ട്. എന്ത് കാര്യത്തിന്? അവളൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. തുറന്നു കഴിഞ്ഞാൽ സാധനം നെഗറ്റീവ് അല്ലാണ്ട് പറയില്ല. ആ അത് ശരിയാ, അവള് നെഗറ്റീവ് പോളിയാ. ഐഡിയ അതെ, ഞാൻ നിന്നൊന്ന് കാണാതിരിക്കായിരുന്നു. എന്തേ? ഒന്നുമില്ല, ഞാനൊരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനൊരു പ്ലാൻ. എല്ലാ ദിവസവും ഈ ലോക നന്മയ്ക്കായിട്ട് നമ്മളൊരു പ്രാർത്ഥനാഗാനൊക്കെ എഴുതി ആ പാടിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാനാണ്. അതിന് പാടാൻ പറ്റിയ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? എടി സംഭവം സത്യം പറഞ്ഞ സിമ്പിളാ. ജസ്റ്റ് ഒന്ന് പാടി പോസ്റ്റ് ചെയ്താൽ മതി. നന്മയുടെ സോങ്ങൊക്കെ ഞാൻ എഴുതിക്കോളാം. അതൊരു നല്ല കാര്യമായിരിക്കും. എന്ത് ചെയ്യാനാ, നമ്മളെ കൊണ്ട് പറ്റുന്നൊരു നല്ല കാര്യം ചെയ്യാം. അതല്ലേ ഇപ്പം നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ ആരാ? നമ്മുടെ ജോണി ചേട്ടൻ്റെ മോളില്ലേ, അവളുടെ സൗണ്ട് ഒന്നും ഈ പ്രാർത്ഥന കാണിച്ചൊന്നും പറ്റില്ല. വല്ല ഐറ്റം സോങ്ങിനെ കൊടുക്കാം, അത്രേ ഉള്ളൂ. അതാണ്. പിന്നെ പാരാ നല്ലൊരു കാര്യമാകുമ്പോ അതിന് പറ്റിയ ആളെ തന്നെ വേണ്ടേ? ആ നമ്മുടെ പെന്തക്കോസ്ത പള്ളിയിൽ സുവിശേഷം വായിക്കാൻ വരുന്ന നിമിഷ പറ്റുമോ? അവളെ പെന്തക്കോസ്ത പള്ളിയിലെ പാസ്റ്ററോട് വിളിച്ചോടി പോയി. അപ്പൊ നീ ആ കാര്യം നടന്നിട്ടില്ല? എന്ത് ചെയ്യാനാ, നല്ല കാര്യം ഓർത്തോളം നടക്കുന്നില്ല. എന്നാ പിന്നെ ഹായ്, ഞാൻ ജയാനന്ദൻ, റിപ്പർ ജയാനന്ദൻ. ഈ ആളുകൾ ഇരുമ്പോടിക്ക് തലക്കടിച്ച് കൊല്ലാണ് എൻ്റെ ജോലി. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പോലീസ് പിടിക്കും, അത് ഉറപ്പാണ്. കുറേ നാളായി എനിക്ക് പറ്റിയ പിൻഗാമികളെ തിരഞ്ഞെടുക്കണം. എങ്ങും കണ്ടില്ല. യാദൃച്ഛികമായിട്ടാണ് നിങ്ങളെ ഞാൻ കണ്ടത്. എനിക്ക് പറ്റിയ പിൻഗാമികൾ നിങ്ങളാണ്. എന്നാ ഇതെൻ്റെ സാമ്രാജ്യത്തിൻ്റെ താക്കോലാണ്. ഇത് നിങ്ങളയക്കണം എൻ്റെ പിൻഗാമി. ഓൾ ദി ബെസ്റ്റ്.